കാണ്ഡഹാർ വിമാനറാഞ്ചൽ സംഭവം ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്തേടാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയായി ഇപ്പോഴും നമ്മൾ വായിക്കുന്ന, നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു സംഗതി കൂടിയാണ്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ കാണ്ഡഹാർ വിമാനറാഞ്ചലുമായി ബന്ധപ്പെട്ടൊരു സീരീസ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സീരീസിൽ ഈ വിമാനം റാഞ്ചുന്നതിന് വേണ്ടി വിമാനത്തിൽ കയറുന്ന രണ്ട് ഭീകരവാദികൾ, അവരുടെ പേര് ഐഡൻറ്റിറ്റിയായി പറയുന്നത് രണ്ട് ഹിന്ദു പേരുകളാണ്. അപ്പോൾ അത് ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ താല്പര്യത്തെ ഹനിക്കുന്നതാണ്. അതുകൊണ്ട് ഈ സീരീസ് ഈ രീതിയിൽ, അതായത് നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ഒരു 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 മീഡിയത്തിൽ ഇങ്ങനെ ഒരു സീരീസ് വരുമ്പോൾ, ഇത്തരത്തിലുള്ള സംഗതികൾ വരുമ്പോൾ അതിൻ്റെ ഉള്ളടക്കം രാജ്യ താല്പര്യത്തിന് എതിരാകരുത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ തന്നെ നെറ്റ്ഫ്ലിക്സ് മേധാവിയെ വിളിച്ചു വരുത്തി താക്കീത് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ BJP ഹാൻഡിലുകളൊക്കെ ഇക്കാര്യം ഒന്നുകൊണ്ട് മാത്രം ഈ സീരീസും ഒപ്പം നെറ്റ്ഫ്ലിക്സിനെതിരെ ബഹിഷ്കരണാഹ്വാനമൊക്കെ നൽകിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണേണ്ടതെന്ന് കൂടി സംസാരിക്കുന്നത് നമ്മൾ അവസാനമായി. അജിംസ്, എങ്ങനെയാണ് ഈ ബഹിഷ്കരണാഹ്വാനത്തെയും ഒപ്പം ഈ താക്കീതിനെയും കാണേണ്ടത്? ഈ സംഭവം നടക്കുന്നത് 1999 ഡിസംബർ 24-നാണ്. അപ്പോൾ ഈ ഹൈജാക്കേഴ്സ് സ്വയം അവരുടെ ഐഡൻറ്റിറ്റി മനസ്സിലാകാതിരിക്കാൻ വേണ്ടി അവർ കോഡ് നെയിംസ് ഉപയോഗിച്ചിരുന്നു, പരസ്പരം സംസാരിക്കാൻ. കാരണം 8 ദിവസമാണ് ഈ വിമാനം ഹൈജാക്ക് ചെയ്തത്. 8 ദിവസം ഇത്രയും യാത്രക്കാരെ, 119 യാത്രക്കാരുമായിട്ട് കിടക്കുക മാത്രമല്ല, ഇത് കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുന്ന ഫ്ലൈറ്റാണ്. ആ ഫ്ലൈറ്റ് പിന്നീട് അമൃത്സറിൽ ഫ്യൂവൽ നിറയ്ക്കാൻ വേണ്ടി ഇറക്കി. അവിടെ വെച്ച് തടയാൻ ശ്രമിച്ചു. പിന്നീട് അത് ലാഹോറിലിറക്കി, പാകിസ്ഥാനിലെ ലാഹോറിലിറക്കി. ലാഹോറിൽ നിന്ന് പിന്നെ ദുബായിലേക്ക് പോയി. ദുബായിൽ നിന്നാണ് അത് കാണ്ഡഹാറിൽ വരുന്നത്. അപ്പോൾ 8 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ബന്ദിമോചനം നടക്കുന്നത്. അപ്പോൾ ഇവർ പരസ്പരം സംസാരിക്കുമ്പോൾ ഇവരുടെ ഐഡൻറ്റിറ്റി മനസ്സിലാവാതിരിക്കണമല്ലോ. അതിനുവേണ്ടി ഒരാൾ ബർഗർ എന്നാണ് ഒരാളെ വിളിക്കുന്നത്, ബർഗർ. ഒരാളുടെ ഒരു ബില്ല, ഹുൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു പേര്. ഒരാളുടെ പേര് ശങ്കർ എന്നാണ്. ഈ ശങ്കർ എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ ഒരു ഹിന്ദു നെയിമായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ പേര് മാറ്റണം എന്നുള്ള പ്രക്ഷോഭം, കാരണം അവരുടെ യഥാർത്ഥ പേര്, കാരണം ഈ തട്ടിക്കൊണ്ടുപോയത് പാകിസ്ഥാൻ ഭീകരന്മാരാണ് തട്ടിക്കൊണ്ടുപോയത്, ഹർക്കത്തുൽ മുജാഹിദീൻ മറ്റുമാണ്. അപ്പോൾ അവരുടെ പേര് കാണിക്കണം, കാരണം ഇത് ചെയ്തത് വേറെ ആരോ ആണെന്ന് കാണിക്കാൻ വേണ്ടി ബോധപൂർവം ചെയ്തതാണ് എന്നാണ് ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടത്. പക്ഷേ ഇതിൽ സർക്കാർ, ഈ നെറ്റ്ഫ്ലിക്സിനോട്, സർക്കാർ എന്ന് പറഞ്ഞാൽ OTT പ്ലാറ്റ്ഫോംസിനെ നിയന്ത്രിക്കുന്ന നമ്മുടെ വകുപ്പ്, സർക്കാർ ഈ നടത്തിയ മീറ്റിങ്ങിനെ കുറിച്ച് ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട്. ആ വാർത്തയിൽ പറയുന്നത് നെറ്റ്ഫ്ലിക്സിനോട് 3 ക്വസ്റ്റ്യൻസാണ് സർക്കാർ ചോദിച്ചത്. ഒന്ന്, ഈ ഒരു OTT പ്ലാറ്റ്ഫോം എന്ന നിലയിൽ നിങ്ങളിതിൻ്റെ ഫാക്ട് ചെക്ക് നടത്തിയിട്ടാണോ ഇത് എയർ ചെയ്യാൻ തീരുമാനിച്ചതെന്നാണ് ചോദ്യം. അപ്പോൾ അവരതിന് കൊടുത്ത മറുപടി ഇത് ഫാക്റ്റാണ്, ഇതൊരു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റാണ്, ഇവരിങ്ങനെ ഒരു കോഡ് നെയിം ഉപയോഗിച്ചിരുന്നതുകൊണ്ട് ഫാക്റ്റാണ്, ഞങ്ങളതല്ലാതെ പിന്നെ എന്താണ് കാണിക്കുക. കാരണം സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ബർഗർ എന്ന് വിളിപ്പേരുള്ള ആളെ അല്ലയോ മറ്റേ എന്താണ് സിറാജുദ്ദീൻ എന്ന് പറയാൻ കഴിയില്ലല്ലോ. അതിൽ ചിത്രീകരിക്കുന്ന അവർ പറയുന്നതല്ലേ ചെയ്യാൻ കഴിയുള്ളൂ. ആ സമയത്ത് അവരെന്താണ് വിളിച്ചത് അതല്ലേ ചിത്രീകരിക്കാൻ പറ്റുള്ളൂ. അവരങ്ങനെയാണ് അതിന് മറുപടി കൊടുത്തത്. മറ്റൊന്ന്, ഈ രണ്ടാമത്തെ ചോദ്യം ഇതാണ്, നിങ്ങളിങ്ങനെ ഇത് ഹിസ്റ്റോറിക് കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടാണോ ഇത് ചെയ്തത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഈ മറുപടി തന്നെ കൊടുത്തു. ഇതിൽ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് സർക്കാരിൻ്റെ, അതാണ് യഥാർത്ഥത്തിൽ ഇതിലെ പ്രശ്നം, അല്ലാതെ ഇതിലെ പേരൊന്നുമല്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സർക്കാർ നെറ്റ്ഫ്ലിക്സിനോട് ചോദിച്ച ക്വസ്റ്റ്യൻ, നിങ്ങൾ അതിലെ ഹൈജാക്കേഴ്സിനെ വളരെ ദയാലുക്കളായി ചിത്രീകരിച്ചിരിക്കുന്നു. ദയാലുക്കൾ എന്ന് പറഞ്ഞാൽ ഇവർ 8 ദിവസം വരെ ഹൈജാക്ക് ചെയ്യണം. ഈ 8 ദിവസത്തിനിടയ്ക്ക് ഇവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ്. യാത്രക്കാരെ 10 പേരെ ഞങ്ങൾ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തി കൈയും കാലൊക്കെ ബന്ധിച്ച് വളരെ ക്രൂരമായിട്ട്, മോശമായിട്ടാണ് അവരുടെ പെരുമാറിയത്. അതിൻ്റെ സർവൈവേഴ്സ് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ വളരെ നന്നായിട്ട് ചിത്രീകരിച്ചു. അതേസമയം നെഗോഷിയേഷന് പോയ ആളുകളെ നിങ്ങൾ വളരെ വീക്ക് ആയിട്ടാണ് ചിത്രീകരിച്ചത് ഇതാണ് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ പ്രശ്നം, അല്ലാതെ ഈ പേരുകളൊന്നുമല്ല. നെറ്റ്ഫ്ലിക്സിനെ വിളിച്ച് ചോദ്യം ചെയ്തതിൻ്റെ യഥാർത്ഥ കാരണം ഇതാണ്. അപ്പോൾ ആരാണ് ഈ നെഗോഷിയേഷന് പോയതെന്ന് പ്രധാനമാണ്. അപ്പോൾ ഈ സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വിമാനത്തിൽ സാധാരണ യാത്രക്കാർ, ഇപ്പോൾ കാഠ്മണ്ഡു, ഡൽഹി, അതിലൊക്കെ സാധാരണ യാത്രക്കാരായിരിക്കും, സിവിലിയൻസ് ആയിരിക്കും. പക്ഷേ ഇതിലൊരു VIP ഉണ്ടായിരുന്നു ഈ യാത്രയിൽ. അയാളുടെ പേര് റോബർട്ടോ ഗിയോറി എന്നാണ്. അയാളൊരു ഇറ്റാലിയൻ സ്വിസ് ഇരട്ട പൗരത്വമുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ അയാളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ദേലാരു എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഉടമയാണ് അദ്ദേഹം. ദേലാരു എന്ന പേര് അങ്ങനെ അധികാരം കേട്ടിരിക്കില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവരുടെ പരിപാടി കറൻസി നോട്ട് അച്ചടിക്കലാണ്. കറൻസി നോട്ട് അച്ചടിയുടെ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുക, അച്ചടിക്കുക, അങ്ങനെ ലോകത്തെ മൊത്തം കറൻസി നോട്ട് അച്ചടിയുടെ 90% കൈവശം വെച്ചിരിക്കുന്ന ഈ കമ്പനിയാണ്. അപ്പോൾ ഇയാൾ ഈ വിമാനത്തിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ സ്വിറ്റ്സർലൻഡ് അവരുടെ ഒരു പ്രത്യേക ദൂതനെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇന്ത്യയിലേക്ക് അയച്ചു. ഏത് വിധേന അയാളെ രക്ഷിക്കണം, അതിന് പണം കൊടുക്കണമെങ്കിൽ ഞങ്ങൾ പണം കൊടുക്കാൻ തയ്യാറാണ്
എന്ന് വരെ അവർ ഇന്ത്യ ഗവൺമെൻറ് അറിയിക്കുകയാണ്. ഇതിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ വിമാനം ഹൈജാക്ക് ചെയ്യുന്ന സംഭവം ഇന്ത്യൻ പ്രധാനമന്ത്രി അറിയുന്നത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അവിടെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഒരു ഡിപ്ലോമാറ്റിക് ഫെയിലിയർ. അതായത് ഇവരുമായി, ഈ ഹൈജാക്കേഴ്സുമായി എങ്ങനെ ചർച്ച ചെയ്യണം. ഈ ഫ്ലൈറ്റ് ഇന്ത്യൻ മണ്ണിൽ ഇറങ്ങിയെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ പഞ്ചാബിൽ ഇത് ഇറങ്ങുവാണ്, അമൃത്സർ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ അത് മിലിറ്ററിയുടെ എയർപോർട്ടാണ്. അവിടെ ഇറങ്ങി ഇത് ഫ്യൂവൽ നിറയ്ക്കുന്ന സമയത്ത് പോലും ആ വിമാനം തടയാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല. അതെന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ ഈ പഞ്ചാബ് സർക്കാരിനെ ഈ വിവരം അറിയിച്ചിട്ടില്ല. പഞ്ചാബ് സർക്കാർ, പഞ്ചാബിലെ സംസ്ഥാന പോലീസ് മേധാവി ഇത് അറിയുന്നത് ടെലിവിഷനിൽ വാർത്ത വരുമ്പോഴാണ്. അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ട് ഒരു വിവരം ലഭിച്ചിട്ടില്ല. അവിടെ നിന്ന് തടയാൻ അവസാന നിമിഷം അദ്ദേഹം തന്നെ സ്വയം തടയാൻ ശ്രമിച്ചു. ഈ ഫ്യൂവൽ ചെയ്യുന്ന മെഷീൻ ഇതിൻ്റെ നടുക്ക് കയറ്റിയിട്ട് ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അത് പാളിപ്പോവാനുണ്ടായത്. അപ്പോൾ ഈ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് രംഗത്ത് സമ്പൂർണ്ണ പരാജയമാണ്. വാജ്പേയിയാണ് ഭരിക്കുന്നത്, ജസ്വന്ത് സിംഗ് ആണ് വിദേശകാര്യമന്ത്രി. ഈ 8 ദിവസം, അതായത് അമൃത്സറിൽ നിന്ന് ലാഹോറിലേക്ക് പോകുന്നു, ലാഹോറിൽ നിന്ന് ദുബായിൽ പോകുന്നു. അവിടെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ദുബായിൽ നിന്നാണ് ഇത് കാണ്ഡഹാറിലേക്ക് വരുന്നത്. കാണ്ഡഹാറിൽ അന്ന് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് താലിബാനാണ്. അപ്പോൾ ഇവരുടെ ആവശ്യം എന്താണ്? ഇവരുടെ ആവശ്യം ഹാഫിസ് മസൂദ് ഉൾപ്പെടെയുള്ള 3 ഭീകരന്മാർ ഇന്ത്യൻ ജയിലിലുണ്ട്. അപ്പോൾ ഇയാൾ ഉൾപ്പെടെ ഇവരെ മോചിപ്പിക്കണം എന്നുള്ളതാണ്. നമ്മൾ പുറത്തു വന്ന വാർത്തകൾ പ്രകാരം 3 ഉദ്യോഗസ്ഥർ ആണ് ഈ കാണ്ഡഹാറിലേക്ക് നെഗോഷിയേഷന് വേണ്ടി പോകുന്നത്. അതിലൊരാൾ ഇന്ന് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലാണ്. മനസ്സിലുണ്ടോ? അജിത് ഡോവൽ ആരാണ്? നമ്മുടെ ഇന്ത്യയിലെ റൈറ്റ് വിങ് എക്കോസിസ്റ്റത്തിൻ്റെ വിശേഷണ പ്രകാരം അദ്ദേഹം ഇന്ത്യൻ ജെയിംസ് ബോണ്ടാണ്, ഇന്ത്യയുടെ സ്പൈ മാസ്റ്ററാണ്. അദ്ദേഹമാണ് അതിലുണ്ടായിരുന്ന ആ നെഗോഷിയേഷന് പോയ 3 ഉദ്യോഗസ്ഥരിൽപ്പെട്ട ഒരാൾ. അപ്പോൾ എങ്ങനെയാണ് ഇവരെ മോചിപ്പിച്ചത്, എന്ത് നെഗോഷിയേഷനാണ് നടന്നത് എന്നതിനെക്കുറിച്ച് അന്ന് തന്നെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. 800 കോടി രൂപ ഈ ഹൈജാക്കേഴ്സിന് കൊടുത്തു. അതുകൂടാതെ ഈ 3 ഭീകരന്മാരെ, ഈ മസൂദ് അസർ ഈ ജയിലിൽ നിന്ന് പുറത്തു പോയതിനു ശേഷമാണ് ജെയ്ഷെ മുഹമ്മദ് രൂപീകരിക്കുന്നത്. ഈ 3 ഭീകരന്മാരെ വിട്ടുകൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ബന്ദികളെ മോചിപ്പിച്ചതെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇത് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക്, അതായത് ഈ ഒരു വാദം, അതായത് ഒരു ഡിസ്ക്ലൈമർ കൊടുത്തുകൊണ്ട് ഞങ്ങളിത് ഹിസ്റ്റോറിക്കലി ഫാക്ട് ആൻഡ് എവിഡൻസ് ചെക്ക് ചെയ്തിട്ടാണ്, ഇതൊരു ഫിക്ഷനാണ്, ചില സംഭവങ്ങൾ യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള ഒരു ഡിസ്ക്ലൈമർ കാണിച്ചിട്ടാണ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഇത് പ്രവർത്തിക്കുന്നത്. ഞാൻ ഈ മുമ്പ് പറഞ്ഞ റോബർട്ടോ ഗിയോറി ഉണ്ടല്ലോ, ദേലാരു, ഈ ദേലാരു എന്ന് പറയുന്ന കമ്പനി പിന്നീടൊരു വിവാദത്തിൽ പെടുന്നുണ്ട്. ഈ ഹൈജാക്കിങ് കഴിഞ്ഞ് 2010 CBI നമ്മുടെ നേപ്പാൾ ഇന്ത്യ ബോർഡറിൽ വ്യാപകമായി ഒരു റെയ്ഡ് നടത്തുകയാണ്. ആ ബോർഡറിൽ ഇന്ത്യൻ ടെറിട്ടറിയിൽപ്പെട്ട ചില ബാങ്കുകളിൽ കള്ളനോട്ട് പിടിച്ചെടുക്കുന്നു. സൈഫിന് ഓർമ്മയുണ്ടാവും, ഈ 500ൻ്റെ 1000ൻ്റെ നോട്ട് മാത്രം 2000 വരുന്നതിന് മുമ്പ് 500ൻ്റെ 1000ന് ധാരാളം കള്ളനോട്ടുകൾ ഇറങ്ങിയിരുന്നു ഇന്ത്യയിൽ ഒരു കാലത്ത്, ഈ പറയുന്ന കാലയളവിൽ. അപ്പോൾ ഈ കള്ളനോട്ട് മുഴുവൻ വരുന്നത് പാകിസ്ഥാനിൽ നിന്ന് അച്ചടിച്ച് ഇന്ത്യയിൽ വിതരണം ചെയ്യണം. ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കാൻ വേണ്ടി പാകിസ്ഥാൻ കള്ളനോട്ട് ഇന്ത്യയിലേക്ക് ഫ്ലഡ് ചെയ്യുകയാണെന്നുള്ള വാദം അന്ന് തന്നെ ശക്തമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. അന്ന് BJP ഉന്നയിക്കുന്നുണ്ട് UPA സർക്കാരിനെതിരെ. അങ്ങനെ CBI ഇത് അന്വേഷിക്കുമ്പോൾ ഇന്ത്യയുടെ ബാങ്കുകളുടെ ചെസ്റ്റുകളിൽ നിറയെ കള്ളനോട്ടാണ്. അപ്പോൾ അതേക്കുറിച്ച് അന്വേഷിക്കുകയാണ്. അപ്പോൾ ഇത് വലിയ വിവാദമായി പാർലമെൻറ്റിൽ വലിയ വിവാദമായപ്പോൾ പാർലമെൻറ്റിൻ്റെ കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ്, ആ കമ്മിറ്റി പാർലമെൻ്ററി കമ്മിറ്റിയാണ്, JPC ഒക്കെ പോലത്തെ ഒരു കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റി ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഒരു വലിയ രഹസ്യം മനസ്സിലാവുന്നത്. ഞാൻ ഈ മുമ്പ് പറഞ്ഞ ദേലാരു ഉണ്ടല്ലോ, ഈ ദേലാരു എന്ന കമ്പനിക്ക് നമ്മുടെ ഇന്ത്യയുടെ കറൻസി അച്ചടിക്കാൻ ഔട്ട്സോഴ്സ് ചെയ്തു. ഇന്ത്യയുടെ കറൻസി അച്ചടിക്കുന്ന ഇന്ത്യയുടെ സെക്യൂരിറ്റി പ്രസ്സിലാണ്. 96-97 കാലത്ത് ഇന്ത്യയിൽ ഈ സ്വകാര്യ പ്രസ്സുകളിൽ കറൻസി അച്ചടിച്ചിരുന്നു എന്ന രഹസ്യം പുറത്തു വരികയാണ്. അതെങ്ങനെയാണ്? ഇവർക്ക് ഔട്ട്സോഴ്സ് ചെയ്തു, ഈ ദേലാരുവിന് ഔട്ട്സോഴ്സ് ചെയ്തു. അപ്പോൾ ആ വിവരം പുറത്തു വരിക മാത്രമല്ല, ഈ 500ൻ്റെ 1000ൻ്റെ നോട്ട് കള്ളനോട്ട് പിടിച്ചെടുത്തല്ലോ CBI. ആ കള്ളനോട്ട് പിടിച്ചെടുത്ത് നോക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ ഇവർക്ക് പേറ്റൻ്റ് ഉണ്ട്. അതായത് ഈ 500ൻ്റെ 1000ൻ്റെ നോട്ടിൽ അന്ന് ഒരു വാട്ടർമാർക്കുണ്ട്. ഈ വാട്ടർമാർക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേക ലൈറ്റിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് ഒറിജിനലാണോ വ്യാജമാണോ തിരിച്ചറിയാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ വാട്ടർമാർക്ക് ദേലാരുവാണ് സപ്ലൈ ചെയ്യുന്നത്. ഈ ദേലാരു സപ്ലൈ ചെയ്യുന്ന വാട്ടർമാർക്കിന് അവർക്ക് പേറ്റൻ്റ് ഇല്ല. അതിൻ്റെ ആ കേസിന് അന്വേഷണം ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിന് പേറ്റൻ്റ് ഇല്ല എന്ന് മാത്രമല്ല, ഇത് മറ്റിടങ്ങളിൽ കൊടുത്ത് കള്ളനോട്ടായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്നാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ 2010 ഇത് ഇവരുമായിട്ടുള്ള ഇത്തരം വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇവരെ എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദേലാരുവിന് ഒരു കോൺട്രാക്റ്റിലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ ധനകാര്യ മന്ത്രാലയമോ ഇടപെടാൻ പാടില്ല എന്ന് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയാണ്. ഈ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷവും ഇവരുമായിട്ടുള്ള കരാർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ 2016 നോട്ട് നിരോധന കാലത്ത് പുറത്തു വന്നൊരു വാർത്ത, ആ നോട്ട് 2000 നോട്ട് എവിടെ അച്ചടിച്ചതെന്ന് ആർക്കും അറിയില്ല, അതെവിടെ അച്ചടിച്ചതെന്ന് പോലും അറിയില്ല. ഇപ്പോഴും നമുക്കറിയില്ല. അത് പിൻവലിക്കുകയും ചെയ്തു. അന്ന് ഈ നോട്ട്
നോട്ട് അച്ചടിക്കാനുള്ള കടലാസും അതിൻ്റെ സെക്യൂരിറ്റി അപ്പാരറ്റസും എല്ലാം സപ്ലൈ ചെയ്ത് ഇതേ ദേലാരുവാണ് ആം ആദ്മി പാർട്ടി എന്ന് ആരോപിച്ചിരുന്നത്. ഇന്നും അതിൻ്റെ പേരിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് 800 കോടി രൂപ കൊടുത്തു, സ്വിറ്റ്സർലൻഡ് പ്രത്യേകമായൊരു ഡിപ്ലോമാറ്റിനെ അയച്ചു ഇവരുടെ മോചനത്തിന് വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ സൈഫു ആദ്യം ചൂണ്ടിക്കാട്ടി പോലെ ഇതൊരു വലിയ സുരക്ഷാ വീഴ്ച മാത്രമല്ല, ഡിപ്ലോമാറ്റിക് ഫെയിലർ മാത്രമല്ല, ഒരു ഹൈജാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് വിധേന അവരെ മോചിപ്പിക്കുന്നതിൻ്റെ പിന്നിലെ മറ്റ് താല്പര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതേതെല്ലാം നിലക്കാണ് ഈ കണ്ടാർ സീരീസ് രാജ്യ താല്പര്യങ്ങൾക്കെതിരാകുന്നത്? അല്ല, രാജ്യ താല്പര്യത്തിനെതിരാന്ന് വെച്ചാൽ ഭരണകൂട താല്പര്യത്തിനെതിരാണ്. ഭരണകൂടത്തെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി, അതിനെ നയിക്കുന്ന ചിന്താധാര അവർക്കെതിരാണ്. എന്ന് വെച്ചാൽ നേരത്തെ പജിംസ് പറഞ്ഞ പോലെ ഈ ഹൈജാക്കേഴ്സായിട്ടുള്ള ആളുകൾ പരസ്പരം സംസാരിക്കാൻ ഉപയോഗിച്ചിരുന്ന കോഡ് പേരുകൾ എന്തായിരുന്നു എന്നത് സർക്കാരിൻ്റെ ഒഫീഷ്യൽ റിലീസിൽ പറയുന്ന കാര്യമാണ്. നിങ്ങൾക്കിപ്പോൾ ഇൻ്റർനെറ്റിൽ പോയി തപ്പിയാൽ പോലും നിങ്ങൾക്ക് ആ കാണ്ഡഹാർ എപ്പിസോഡുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പഠിക്കുമ്പോൾ ഇത് വളരെ ക്ലിയർ ആയിട്ട് എല്ലാ ലേഖനങ്ങളിലും വായിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ ശരിയാമണ്ണമുള്ള ചരിത്രബോധ്യത്തോടുകൂടിയും ശരിയാമണ്ണമുള്ള റിസർച്ചിലും കൂടിയാണോ നിങ്ങൾ ചെയ്തത് എന്ന സർക്കാരിൻ്റെ ചോദ്യം തന്നെ അകത്താണ്. ഗവൺമെൻറ് ഒഫീഷ്യൽ ഡേറ്റയിൽ പറയുന്നു ഇവർ ഈ പറയുന്ന ശങ്കർ, ഭോല പോലുള്ള പേരുകൾ ഉപയോഗിച്ചിട്ടാണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്ന്. അപ്പോൾ അതിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പേരുകളെ അതിനകത്ത് പ്രയോഗിക്കാൻ പറ്റുള്ളൂ. സർക്കാരിൻ്റെ പ്രശ്നം എന്താണെന്ന് നേരത്തെ അജിംസു 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ സുരക്ഷ നടപ്പിലാക്കുന്നതിൽ മറ്റേതു ഭരണകൂടത്തെക്കാളും അതിഗംഭീരമായ ആൾക്കാരാണ്. രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ ബലി കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും ഒരു ഡീലിനും പോകുന്ന ആൾക്കാരല്ല എന്നതാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്നിരിക്കെ, ഇപ്പോൾ രാജ്യത്തിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവ് നേരത്തെ പറഞ്ഞ പോലെ ഒരു സൂപ്പർ ഹീറോയാണ് അദ്ദേഹം. പാകിസ്ഥാനിൽ പോയി മാസങ്ങളോളം പെട്ടിക്കട നടത്തിയിട്ടൊക്കെ ഉണ്ട് വിവരങ്ങൾ ചോർത്താൻ എന്നൊക്കെയുള്ള കഥ നിങ്ങൾക്ക് പോയാൽ വായിക്കാൻ പറ്റും ഇൻ്റർനെറ്റിൽ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അത്രയും അധികം വാഴ്ത്തുപാട്ടിലുണ്ട്. അദ്ദേഹം പ്രധാനപ്പെട്ട സന്ധി സംഭാഷകനായിരുന്ന ഒരു ഡീലിലാണ് കോടാനുകോടി രൂപ കൊടുത്തു. സർക്കാർ ഇപ്പോഴും സമ്മതിച്ചില്ല റാൻസത്തിൻ്റെ കാര്യം കേട്ടോ. റാൻസം ഗവൺമെൻറ് ഒഫീഷ്യലി അംഗീകരിക്കുന്ന കാര്യമല്ല, പക്ഷേ റാൻസം കൊടുത്തു എന്നത് വലിയൊരു റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ഈ കൊടും ഭീകരന്മാരെ വിട്ടുകൊടുക്കേണ്ടി വന്നു. അവരുന്നയിച്ച ആവശ്യങ്ങളൊക്കെ നടപ്പിലാക്കിക്കൊണ്ട് നമ്മൾ പൂർണ്ണമായും പരാജയപ്പെട്ടു പോയ ഒന്നാണ്. അത് നമ്മൾ സമ്മതിക്കണം. അതായത് ഭീകരവാദികളോട് നമ്മൾ പരാജയപ്പെട്ട ഒരു ഡീലായിരുന്നു അത്. ആ ഡീലിനെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, അതിനെ മറിച്ചുണ്ടാക്കാൻ പറ്റില്ല. അക്ഷയകുമാറിനെ വെച്ച് നമ്മൾ ആ വിമാനം തിരിച്ചെടുത്തു നിലയ്ക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത കഥയാണത്. കാരണം നമ്മുടെ മുമ്പിലുള്ള ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് അവർ ഡോക്യുമെൻ്റ് ചെയ്യുന്ന ഒരു സീരീസ് ആക്കുമ്പോൾ പൊള്ളുന്ന സ്വാഭാവികമാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കണ്ടെത്തണമല്ലോ. അപ്പോൾ നോക്കുമ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് മുസ്ലിങ്ങളുടെ പേരല്ല എന്നത് പ്രശ്നമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുറേ അധികം സീരീസുകൾ, മാപ്പ് പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രൊഡക്ഷൻ ഹൗസുകൾ, ഈ പറയുന്ന പറയുന്നത് നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോംസിനൊക്കെ നമുക്ക് കാണാൻ പറ്റും. നയൻതാര മാപ്പ് പറഞ്ഞില്ലേ? അതുമാത്രമല്ല, ഒരുപാട് ആളുകൾ ഈ കണ്ടൻറ്റുമായി ബന്ധപ്പെട്ട് ഇവരെന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയ മാപ്പ് പറയും എന്ന് മാത്രമല്ല, രാജ്യത്തിൻ്റെ പൊതുവായ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് മാത്രമേ ഞങ്ങൾ ഇനി ഇമാതിരി സാധനങ്ങൾ ഉണ്ടാക്കൂ എന്നുകൂടി പറഞ്ഞിരിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ പൊതുവായ താല്പര്യം എന്ന് വെച്ചാൽ എന്താണ്? സംഘപരിവാരം മുന്നോട്ട് വെക്കുന്ന മതപരമായ താല്പര്യങ്ങൾ, വർഗീയമായ താല്പര്യങ്ങൾ എന്നിവയെ കൂടി മുൻനിർത്തിക്കൊണ്ടേ ഞങ്ങൾ ഈ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യൂ എന്നുകൂടി നെറ്റ്ഫ്ലിക്സിനെ പോലുള്ള വലിയ പ്ലാറ്റ്ഫോമുകൾ പറഞ്ഞു പോയാൽ നമ്മൾ ക്വാളിറ്റി കണ്ടൻറ്റിന് വേണ്ടി ഇനി അധികം കാത്തിരിക്കേണ്ട, നമ്മളൊരു ട്രൂ കണ്ടൻറ്റിന് വേണ്ടി അധികം കാത്തിരിക്കേണ്ട എന്നതുകൂടിയാണ് അതിൻ്റെ സൂചന. അപ്പോൾ ഈ താക്കീതിനും ബഹിഷ്കരണത്തിനുമൊക്കെ ഒടുക്കം ഈ സംഭവങ്ങളെ നെറ്റ്ഫ്ലിക്സ് എങ്ങനെ എടുക്കും എന്നുള്ളതും കൂടിയാണ് കണ്ടറിയേണ്ടത്. ഔട്ട് ഓഫ് ഫോക്കസ് അവസാനിക്കുന്നു. നാളെ വീണ്ടും ഇരിക്കാം. നമസ്കാരം.